നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊത്തിരി പ്ലാൻ, നമുക്കൊത്തിരി സ്വപ്നങ്ങൾ, നമുക്കൊത്തിരി ഉദ്ദേശങ്ങളുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരിനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിലേവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം നാം വായിക്കുമ്പോൾ 3-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശം സാധിക്കും. കമ്മിറ്റ് ടു ദ ലോർഡ് വാട്ട് എവർ യു ഡു ആൻഡ് ഹി വിൽ എസ്റ്റാബ്ലിഷ് യുവർ പ്ലാൻസ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊത്തിരി പ്ലാൻ, നമുക്കൊത്തിരി സ്വപ്നങ്ങൾ, നമുക്കൊത്തിരി ഉദ്ദേശങ്ങളുണ്ട്. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ പദ്ധതികളെ നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാമെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, അതിനെ ബ്ലെസ് ചെയ്യുന്നൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരപ്പന് 2 മക്കളുണ്ട്. എന്നാൽ ഇളയ മകൻ തനിക്കുള്ളതെല്ലാം മേടിച്ച് തൻ്റെ ഇഷ്ടപ്രകാരം, തൻ്റെ പ്ലാൻ അനുസരിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം പരാജയപ്പെട്ടു പോയി, എല്ലാം ഫെയിലായി കഴിഞ്ഞു. ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ ആ മകൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്: എൻ്റെ അപ്പൻ്റെ ഇഷ്ടത്തിലേക്ക്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക്, അപ്പൻ്റെ പ്ലാൻസിലേക്ക്, ആ ഇടത്തിലേക്ക് ഞാൻ മടങ്ങിച്ചെന്നാൽ എനിക്കിപ്പോൾ ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഫെയിലേഴ്സായ ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് വീണ്ടും ഒരു ജയജീവിതം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സ് തിരിഞ്ഞ് അപ്പൻ്റെ വീട്ടിലേക്ക്, ആ പിതാവിൻ്റെ പ്ലാൻസിലേക്ക് മടങ്ങി വന്ന ആ ഒരു യൗവനക്കാരൻ്റെ കഥ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്തും പിതാവിൻ്റെ പ്ലാൻസിനകത്ത്, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനകത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ലൈഫിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സംഭവിക്കും, പ്രോസ്പെരിറ്റി ഉണ്ടാകും, ബ്ലെസ്സിങ്ങുകൾ ഉണ്ടാകും. ദൈവത്തിൻ്റെ ഉദ്ദേശം നമുക്കൊരിക്കലും തിന്മയായി മാറത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പ്ലാൻ എപ്പോഴും അത് നന്മയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സ്വയമായ ഉദ്ദേശങ്ങളുടെ പുറകിൽ, പദ്ധതികളുടെ പുറകിൽ, ഇഷ്ടങ്ങളുടെ പുറകിൽ നാം ചലിക്കാതെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ, ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ചലിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവിക എസ്റ്റാബ്ലിഷ്മെൻറ്റിനകത്ത്, ദൈവിക ബ്ലെസ്സിങ്ങിനകത്ത് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെ സഹായിക്കട്ടെ. നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറം പിതാവിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കുക, ദൈവഹൃദയത്തെ തിരിച്ചറിയുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ.